ദൈവികം എന്താണെന്നുള്ളത് തന്നെ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണല്ലോ. ദൈവം എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ ആ ദൈവം തന്നെയാണ് നിക്കർ ഉണ്ടാക്കിയതും സാരി ഉണ്ടാക്കിയതും. അപ്പം സാരി എടുത്താലേ ദൈവികമാവുള്ളൂ, നിക്കറിട്ടാൽ ദൈവികമാവില്ലെന്ന് പറയുന്നത് അത് ആളുകളുടെ ചിന്താഗതിയിൽ മാത്രം വരുന്ന സാധനമാണ്. ഭക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിവോഷൻ എന്ന് പറയുന്നതാണെങ്കിലും ഡിവോഷൻ ഇസ് ബേസിക്കലി പാഷൻ ഫോർ മീ. നമ്മൾ പെർട്ടിക്കുലർ സാധനത്തിൽ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ദൈവമായിട്ട് കണ്ട് ചെയ്യുന്നുള്ളൂ. അപ്പം എനിക്ക് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. അപ്പം അത്രയും സ്നേഹത്തോടു കൂടിയാണ് ഞാൻ അത് ചെയ്യുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. അത് വേറൊരാൾക്കത് കണ്ടിട്ട് അയാൾക്കത് ശരിയല്ല എന്ന് തോന്നുമെങ്കിൽ അത് അയാളുടെ ഇറ്റ്സ് അബൌട്ട് ഹിസ് ഭക്തി അല്ലെങ്കിൽ ഹെർ ഭക്തി. അയാളുടെ ഭക്തിയും അയാളുടെ ഡിവോഷനും വേറെന്തോ ഒരു സാധനമാണ്. അത് അയാളുടെ കൂടെ വെക്കേണ്ട സാധനമാണ്. അത് വേറൊരാൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരം ആർക്കും ഇല്ല. ഇപ്പം നമ്മൾ പറയും പണ്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ ബ്രാഹ്മണസും ഹിന്ദുസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ ചാത്തനെയും നീലിനെയും ഒക്കെ ആരാധിച്ചിരുന്ന കള്ളും ഉണക്കമീനും ഒക്കെ കഴിക്കാൻ കൊടുത്തിരുന്ന ആളുകളാണ് നമ്മൾ. അപ്പം അന്ന് അതായിരുന്നു ദൈവികം. പിന്നെ അപ്പം ആർക്കും അതിനെക്കുറിച്ചൊരു കുഴപ്പമില്ല. പിന്നെ ഈ വേറെ കൾച്ചേഴ്സ് വന്നു, വേറെ ആളുകളൊക്കെ വന്ന് മിക്സായി. ഇപ്പം അമ്പലങ്ങളും ഇതും ദൈവം എന്നൊക്കെ പറഞ്ഞാൽ വെജിറ്റേറിയൻ കഴിക്കുന്ന, കുളിച്ച് ശുദ്ധമായിട്ട് വരുന്ന, ഇതൊന്നും പാടില്ലാത്ത ദൈവങ്ങളാണ് ഇപ്പം അമ്പലത്തിരിക്കുന്നത്. അപ്പം ഇത് ആളുകൾക്കനുസരിച്ച് കാലത്തിനനുസരിച്ച് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള സാധനം. അപ്പോൾ അത്രയും ചിന്തിക്കാൻ ബോധമില്ലാത്ത ആളുകളാണ് വന്നിട്ട് ഇങ്ങനെ ഇത് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പോൾ അത് അവരുടെ ബോധമില്ലായ്മയായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. അതെ, ഒരാളുടെ ഔട്ട്ഫിറ്റ് വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ഒന്നും വെച്ച് ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഔട്ട്ഫിറ്റ് മാത്രമല്ല, ഒരാളുടെ ഒന്നിനെയും വെച്ച് ഞാൻ അയാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അയാളുടെ ബാക്ക് സ്റ്റോറി എന്താണ്, അയാൾ എവിടെ നിന്ന് വരുന്നത്, അയാളെങ്ങനെയാണ് വളർന്നത്, അയാൾ എന്ത് കണ്ടു, എന്ത് കേട്ടു, എന്ത് ചെയ്തു, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അയാൾ തലയ്ക്കകത്ത് നിന്ന് നടക്കുന്നത് അയാൾക്ക് പോലും അറിയണ്ടാവില്ല ചിലപ്പോൾ. അപ്പം ആരെയും നമ്മളൊന്നും വെച്ച് ജഡ്ജ് ചെയ്യാൻ പാടില്ല. വി ഹാവ് ടു ഗിവ് ഇറ്റ് സം ടൈം. വി ക്യാൻ ഡിസൈഡ് വാട്ട് ടു ഡു അബൌട്ട് ഇറ്റ്. അയാളുടെ അടുത്ത് പോകണോ അയാളുടെ ദൂരെ നിൽക്കണോ എന്നൊക്കെയുള്ള നമ്മുടെ ഡിസിഷനാണ്. പക്ഷേ ദാറ്റ് ഡസൻ മീൻ ആ ആൾ മോശമാണോ അല്ലയോ എന്ന് പറയാനുള്ളൊരു റൈറ്റ് ആർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗൗരീനെ പറ്റിയിട്ട് അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം എന്തായിരിക്കും ആളുകൾ? എനിക്കറിയില്ലല്ലോ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഈ പറയുന്ന കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടിട്ടുണ്ടേ, ഞാൻ എപ്പോഴാണ് അത് ചെയ്തത്, നമ്മൾ പോലും അറിയാത്ത റൂമേഴ്സ് നമ്മളെ പറ്റിയിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും. അല്ല, ജനറലി എനിക്ക് തോന്നുന്നു ഞാൻ പേർപ്പസ്ഫുള്ളി ആളുകളെ ട്രിഗർ ചെയ്യുന്ന ഒരാളാന്നൊരു ചിന്താഗതി ജനറലി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ രീതിക്ക് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകണു, എൻ്റെ സന്തോഷത്തിനുള്ള കാര്യങ്ങൾ, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു പോകണമെന്നുള്ള അല്ലാണ്ട് അങ്ങനെ എന്തെങ്കിൽ പിന്നെ ഇവരെ ഞാൻ അങ്ങോട്ട് മലത്തിയേക്കാന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്യാറ് അങ്ങനെയൊന്നുമില്ല. അതെ, ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാ പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിലാണോ? ഇല്ല, സമാധാനം വലിയ ടോപ്പിക്കാണ്. പക്ഷേ ദേഷ്യമൊക്കെ ഭയങ്കര കുറവാണ്. ഭയങ്കര വിഷമം വരുന്ന ആളാണ്. പക്ഷേ അങ്ങനെ ദേഷ്യം പ്രകടിപ്പിക്കുന്നതൊക്കെ ഭയങ്കര കുറവാണ്. പെട്ടെന്ന് ദേഷ്യം അങ്ങനെ വരാറില്ല. പെട്ടെന്ന് ഇമോഷണലി പെട്ടെന്ന് വിഷമം വരും. വീക്ക് ബോൾഡ് സ്ട്രോങ് എന്നൊക്കെ പറയും നമ്മൾ ഉണ്ടാക്കി വെച്ച ടാഗ് ലൈൻസ് അല്ലേ. താൻ ഭയങ്കര ബോൾഡാണല്ലേ എന്ന് ചോദിച്ചാൽ എന്താണ് വാട്ട് ഇസ് ബോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, റോബോട്ട് പോലെ ഇരിക്കുന്നതാണോ? ദേഷ്യം കുറവാണ്, ദേഷ്യം വളരെ കുറവാണ്. വിഷമം നന്നായിട്ട് വരുന്ന ആളാണ്, സന്തോഷം ഭയങ്കരമായിട്ട് വരുന്ന ആളാണ്, എക്സൈറ്റ്മെൻറ്റ് വരുന്ന ആളാണ്, എല്ലാ ഇമോഷൻസും ഉള്ള ആളാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പൊട്ടിത്തെറിക്കുക, റൂഡായിട്ട് സംസാരിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല. നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, അധികം പെട്ടെന്ന് ദേഷ്യപ്പെടാത്ത ആളുകൾ അവരുടെ ഒരു കൺട്രോൾ പോയി ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടൂല. ഇല്ല, ദേഷ്യപ്പെടുന്നതിനേക്കാളും യൂഷ്വലി ചെയ്യുക കറക്റ്റ് അയാൾ പറഞ്ഞ് നമ്മൾ ആ റിലേഷൻഷിപ്പ് സോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത്. അങ്ങനെ അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള സമാധാനപരമായിട്ട് പറഞ്ഞ് സോർട്ട് ചെയ്യുക എന്നുള്ളതല്ലാണ്ട് ദേഷ്യപ്പെടാറില്ല. ഇല്ല. ഇപ്പം അതുപോലെ മൂഡ് സ്വിങ്സ് ഇതൊക്കെ അതാണ്, ഇത് കുറേ വാക്കുകളുണ്ട്. അപ്പം മൂഡ് സ്വിങ്സ് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ എല്ലാ മനുഷ്യന്മാർക്കും ഇല്ലേ മൂഡ് സ്വിങ്സ്. മൂഡ് സ്വിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മൂഡിൽ നിന്ന് അടുത്ത മൂഡിലേക്ക് പോകുന്നതാണ് മൂഡ് സ്വിങ്. എല്ലാ മനുഷ്യന്മാരും എല്ലാ ദിവസവും രാവിലെ എണീക്കുന്ന മൂഡിൽ തന്നെയാണ് രാത്രി വരെ ഇരിക്കുന്നത്, അല്ലല്ലോ. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചിലർക്ക് പെട്ടെന്ന് മാറും, ചിലർക്ക് പതുക്കെ മാറുള്ളൂ. അയാളുടെ അവസ്ഥ അനുസരിച്ചിട്ട്, അയാളുടെ ഹോർമോണൽസ് ഇതനുസരിച്ചിട്ട്, അയാളുടെ അന്നത്തെ ദിവസത്തിൽ എന്തൊക്കെയാണ് ഫേസിനനുസരിച്ച് ഇതിൻ്റെ സ്പീഡ് കൂടും കുറയും. അത് മനുഷ്യനായാലും ഇമോഷൻ മാറില്ല. അല്ലെങ്കിൽ പിന്നെ അതിനെ AI എന്ന് വല്ലതും വിളിച്ചൂടെ? എല്ലാം എങ്ങനെ ഇരിക്കുന്നത്, മനുഷ്യന്മാരായാലും മൂടൊക്കെ മാറും. നമ്മൾ ഈ പറയുന്ന പോലെ മൂഡ് സ്വിങ്സിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞതുകൊണ്ട് പറയാം. റീസെൻ്റ്ലി ഇപ്പോൾ നമുക്ക് ഭയങ്കര എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന, ഇപ്പോൾ കുറച്ച് വൃത്തിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ എല്ലാവരും പറയും OCD ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും യൂഷ്വലി അവർക്ക് OCD ഉണ്ട് അങ്ങനെയൊക്കെ പറയുന്ന പോലെ കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ OCD എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ്. ശരിക്കും സഫർ ചെയ്യുന്ന ആളാണ് OCD. ശരിക്കും OCD ഉള്ള ആളുകളെന്ന് പറഞ്ഞാൽ ഭയങ്കര സഫർ ചെയ്യുന്ന ആൾ. നമ്മളിപ്പോൾ നമ്മുടെ ദേഹത്തൊരു കുരു വന്നിട്ട് ഇത് ഉണങ്ങിയില്ലെങ്കിൽ നമുക്ക് ക്യാൻസർ എന്ന് പറയും. നമ്മൾ ഒരിക്കലും ഒക്കെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് സാധനം നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സീരിയസ്നെസ്സോ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയോ ഒന്നും അറിയാൻ വയ്യായ്മയിൽ എന്നാൽ ചുമ്മാ നമ്മൾ ഈ വാക്കെടുത്തിട്ട് ഇങ്ങനെ അറിയാം അതുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതറിവില്ലായ്മയാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ OCD എന്നൊരു സാധനം ഉണ്ട്
എന്ന് ആൾക്ക് മനസ്സിലാവുണ്ടല്ലോ. അപ്പം അത് ഗ്രാജ്വലി നമ്മൾ അതിൻ്റെ അത് നമ്മൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും ഒക്കെ അത് അവയർനെസ് സ്പ്രെഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പം അവരുടെ ഒരു വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അവർ പറയും എനിക്ക് ഇത്തിരി OCD ഉള്ളതാണേ. അപ്പൊ എനിക്ക് തോന്നുന്നു ആളുകൾ ഈ വൃത്തിനെ കൊണ്ട് മാത്രമാണ് വാക്കുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ വൃത്തിയുള്ളത് OCD എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇത് എല്ലാ OCD ഉള്ളവർക്കും ഈ സെയിം രീതി ആയിരിക്കില്ലല്ലോ അവരുടെ. അപ്പം ഒരു ഡിസോർഡർ ആണെന്നും അതൊരു വെറുതെ ഒരാളുടെ സ്വഭാവമല്ല ഒരു ഡിസോർഡർ എന്ന് പറയുന്നത്. ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തൊട്ട് അയാളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടാക്കുന്ന സാധനം ഡിസോർഡർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ അതിനെ അങ്ങനെ പേര് ഡോക്ടർമാരുടെ വെച്ചിരിക്കുന്നത്. അപ്പം എടുത്തിട്ട് ഇങ്ങനെ എല്ലായിടത്തും വാരി വെതറി യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളല്ല. എന്താണെങ്കിലും എല്ലാ വാക്കുകളും ഞാൻ പറഞ്ഞാൽ ഈ മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വാക്കുകൾ ഇങ്ങനെ എടുത്തിട്ട് ബൈപ്പോളറൊക്കെ വെറുതെ എടുത്തിട്ട് അവൾ ഉപയോഗിക്കും. മൂഡ് സ്വിങ്സ് പോലും ശരിക്കും അതാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ നമ്മൾ റെഗുലർ സംസാരത്തിൽ ഇപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് എല്ലാവരും ഉപയോഗിച്ച് ശരിക്കും എന്താണെന്ന് ഇപ്പോൾ ആർക്കും അറിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ മേ ബി നമ്മളിങ്ങനെ ഈ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ റിയൽ ആയിട്ട് ഡയഗ്നോസ് ചെയ്ത ഒരാൾ എനിക്ക് OCD ആന്ന് പറഞ്ഞാൽ പോലും അതിപ്പോൾ എല്ലാവർക്കും ഉള്ളതല്ലേ എന്നുള്ള രീതിയിൽ അല്ലേ ആ പ്രശ്നമുണ്ട്. യെസ്. ഇങ്ങനെയുള്ളവരായിട്ട് എങ്ങനെയാണ് ഇപ്പോൾ യൂഷ്വലി നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? പ്രൊഫഷണൽ ഹെൽപ്പ് ഫസ്റ്റ് അയാൾ പോയി എടുക്കുക, പിന്നെ നമ്മൾ അവെയർ ആവുക, ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അവെയർ ആവുക. ഇപ്പം മുന്നൊക്കെ ആണെങ്കിൽ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും കളിയാക്കി. ഇപ്പോൾ കുറച്ചുകൂടി പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഇപ്പം സോഷ്യൽ മീഡിയ എന്നുള്ള സാധനത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് തന്നെ എല്ലാവരും ഫുൾ ടൈം ഇതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ നല്ല സാധനം എത്തിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ആളുകൾ തലയിലോട്ട് കയറും. അപ്പോൾ അത് ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക, അതിൻ്റെ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അതെ, ആ രീതിയിൽ നല്ലതായിട്ട് ഡീൽ ചെയ്യാണ്. പിന്നീട് ഇപ്പം ഗൗരിയുടെ നെക്സ്റ്റ് പ്ലാൻസ് ഇപ്പം നേരത്തെ ഓൾറെഡി പറഞ്ഞു എനിക്കങ്ങനെ പ്ലാനിങ് ഇല്ല, എന്നാലും ഒരു നെക്സ്റ്റ് ഒരു 6 monthsത്തേക്കൊക്കെ ഉള്ള പ്ലാൻസ് ഒന്നും ഇല്ല. അടുത്ത ഒരു മാസത്തേക്കുള്ള പരിപാടിയേ ഉള്ളൂ. നമ്മുടെ പാട്ടിൽ വരുന്നുണ്ട് ഈ ന്യൂ ഏജ് ഭക്തി എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഇപ്പം ഓൺ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് പാട്ട് വരവീണയാണ്. അത് ഈ ഉടൻ തന്നെ ഉണ്ടാവും. അടുത്ത 1-2 ആഴ്ചയിൽ അത് റിലീസ് ഉണ്ടാവും. അതിൻ്റെ പുറകെ മൊത്തം അതൊരു 6 പാട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായി വർക്ക് ചെയ്ത് ഇറക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, യാത്രകൾ ചെയ്യാൻ ഭയങ്കര കുറവാണ്. വളരെ കുറവാണ്. അപ്പം ശരി, എനിക്ക് തോന്നുന്നു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രീ കിട്ടിയാൽ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, വീട്ടിലിരിക്കുക. എന്താണ് ആ കംഫർട്ട് ഭക്ഷണം? എന്താണ്? ഓരോ സമയത്ത് ഓരോന്നാണ്. എനിക്ക് രാവിലെ ദോശയും കടലയും കിട്ടിയാൽ ഞാൻ സന്തുഷ്ടയാണ്. അന്നത്തെ ദിവസം ഹാപ്പിയാണ്. ദോശങ്ങളും കിട്ടിയ ഹാപ്പിയാണ്. ദോശങ്ങളിലെയും ഉച്ചയ്ക്കാണെങ്കിൽ നമ്മുടെ ചോറും കറിയും ഒരു മുട്ടത്തോരനും ഒരു മീൻ വറുത്തൊക്കെ ഉണ്ടെങ്കിൽ അത്രയൊക്കെ മതി. പക്ഷെ ചില സമയത്ത് ഭയങ്കര വേറെ എന്തെങ്കിലും കഴിക്കാനൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കും. ഇഷ്ടമുള്ള സാധനം അപ്പം കഴിച്ചു പോവുക, അത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര വലിയ അങ്ങനെ ഇത് ഭയങ്കര ഇതില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അങ്ങനൊന്നും ഇല്ല. ഞാൻ ഇന്ന് അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര രസമുള്ള ഒരു പേഴ്സണായിട്ട് ഇൻട്രാക്ട് ചെയ്തു. കുറേ കാര്യം നമ്മൾ തന്നെ ഇങ്ങനെ കുറേ ചിന്തിക്കാൻ പറ്റുന്ന പോലെ, അതായത് ഒരു പ്ലാനിങ്ങും വേണ്ട, ലൈഫ് ഇങ്ങനെ സ്മൂത്തായിട്ട് പോകും. എനിക്ക് മനസ്സിലായി, ഞാൻ കേട്ടതും കണ്ടതും പിന്നെ ഇരുന്ന് ആലോചിച്ചതും ഒക്കെ വെച്ചിട്ട് എനിക്ക് മനസ്സിലായി. കാരണം നമ്മളിവിടെ ഉള്ളത് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമുക്കിവിടെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിവിടെ വരുന്നു, നമ്മൾ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ആ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേക്കും മാക്സിമം ആളുകൾ ഉപദ്രവിക്കാണ്ടിരിക്കാൻ നോക്കുക. ഉപദ്രവിക്കാന്ന് ഉദ്ദേശിക്കണേ പോയിട്ട് പർപ്പസ്ഫുള്ളി ആരെയും ഒന്നും ചെയ്യാണ്ടിരിക്കുക. നല്ല മനുഷ്യന്മാരായിട്ട് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് മാക്സിമം എൻജോയ് ചെയ്ത് സുഖമായിട്ട് തിരിച്ചു പോവാം. അതെ, ഹാപ്പി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ സമാധാനമായിട്ട് ഉറങ്ങണം. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഗൗരി, ഒരുപാട് സന്തോഷം. ഇത്രയും നേരം ഒരു നല്ലൊരു കോൺവെർസേഷൻ, ഒരു സമാധാനം ഉണ്ടായിരുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു സോങ്ങിലൂടെ വൈൻഡപ്പ് ചെയ്താലോ? ഏത് സോങ് വേണം? ഏതാ പറഞ്ഞോളൂ. അജിതാഹരെ അത് കേട്ടുകൊണ്ട് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. പല ദിനമായി ഞാനും ബലഭദ്രനൂജ നിന്നെ നലമൊടു കാണുവതിന്നു കളിയല്ലേ രുചിക്കുന്നു കാലവിഷമം കൊണ്ടു കാമം സാധിച്ചതില്ലേ നീല നീരദ വർണ്ണ മൃദുല കമല രുചിര നയന നൃഹരേ മൃദുല കമല രുചിര നയന.